ഹായ് ഗൈസ്, സോ ഈ ഒരു വീഡിയോയിൽ നമുക്കിനി മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നോക്കി. ഇനി മോഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഫോർമുല മാത്രം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതിലെ ടേംസിനൊക്കെ ഞാൻ ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. ജസ്റ്റ് ഈ ഒരു ടേംസ് എന്തൊക്കെയാണ് യൂസ് MO, ദാറ്റ് മീൻസ് മോഡ് എന്നാണ് കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മോഡ് ഇസ് ഈക്വൽ ടു L പ്ലസ് F1 മൈനസ് F0 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു H എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഈ മോഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഫോർമുല. ഈ ഒരു ചാപ്റ്ററിൽ മോഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണ്ട, ടേബിളിൻ്റെ ആവശ്യമില്ല. ഓക്കെ, വേറെ പുതിയതായിട്ട് നമ്മൾ ടേബിളൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് ഫോർമുല മാത്രം അപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മോഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓർത്ത് വെക്കുന്നുണ്ടല്ല, മോഡ് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ് എന്നാണ് പറഞ്ഞത്. ഫോർമുല ഒന്നും വേണ്ടാന്ന്. ഓക്കെ, റെഡി, സെറ്റ്. സോ എന്നാൽ ഇനി മക്കൾ നോക്കിയോ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് എന്താണ് ഇതിലുള്ള ഓരോ ടേംസും എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു ടേം തന്നിട്ടുണ്ടല്ലേ, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ. എന്താണ്? ദി ഫോളോയിങ് ടേബിൾ ഷോസ് ദി ഏജസ് ഓഫ് ദി പേഷ്യൻസ് അഡ്മിറ്റഡ് ഇൻ ഹോസ്പിറ്റൽ ഡ്യൂറിങ് എ ഇയർ എന്ന് പറഞ്ഞിട്ട് ഏജ് ഇൻ ഇയേഴ്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പേഷ്യൻസ് തന്നിട്ടുണ്ട്. സോ 5 to 15 ഏജസിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പേഷ്യൻസ് 6 പേഷ്യൻസ് ആണ്. 15 to 25 ഏജിൻ്റെ ഇടയിലുണ്ടായിരുന്ന പേഷ്യൻസ് 11 പേഷ്യൻസ് ആണ്. ഇങ്ങനെ ഓരോന്നിൻ്റെയും ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ട, അവിടെ കംപ്ലീറ്റ് ഓരോ ഏജസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡേറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫൈൻഡ് ദി മോഡ് ഓഫ് ദി ഡാറ്റ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫൈൻഡ് ദി മോഡ് ഓഫ് ദി ഡാറ്റ. സോ എങ്ങനെ നമുക്കതിൻ്റെ മോഡ് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് വെച്ചാൽ, നമുക്ക് മോഡ് കണ്ടുപിടിക്കാൻ ആകെ കൂടെ അറിയാവുന്ന ഒരൊറ്റ ഫോർമുല ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഒരു ഫോർമുലയിൽ ഓരോ ടേംസും എന്താണ് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് അറിയണം. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഈ F1 പ്രാധാന്യം അല്ലേ. F1 എന്ന് വെച്ചാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്ന് വെച്ചാൽ, മക്കൾസ് നോക്കിയേ, ഈ ഒരു നമ്പർ ഓഫ് പേഷ്യൻസ് എപ്പോഴും അടിയിലുള്ള ബോക്സിലുള്ളതല്ലേ ഫ്രീക്വൻസി. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നോക്കിയില്ലേ, കഴിഞ്ഞ ക്വസ്റ്റനിലൊക്കെ നോക്കിയില്ലേ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ താഴെ ഇത് ക്ലാസ് ഇൻ്റർവെല്ല്, ഇത് താഴെ വരുന്നത് ഫ്രീക്വൻസി. ഓക്കെ, ഇതാണ് ഫ്രീക്വൻസി എപ്പോഴും കേട്ടോ. ഈ ഫ്രീക്വൻസിയിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഏതാണെന്ന് നോക്കുക, 23 ആണല്ലോ. 23 ആണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്. സോ ആ 23 ആണ് നമ്മുടെ F1 ഫസ്റ്റ് പ്ലേസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആ F0 എന്ന് പറഞ്ഞാലോ, ആ 23യുടെ മുമ്പുള്ള പ്ലേസ്. F2 എന്ന് പറഞ്ഞാലോ, അല്ലേ, 0 1 2 ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ 1ൻ്റെ മുമ്പുള്ളത് 0, F0, 1ന് ശേഷമുള്ളത് F2. ഓക്കെ, ഇനി നമുക്കറിയേണ്ട കാര്യമാണ് മോഡൽ ക്ലാസ് ഏതാണെന്ന് അറിയണം. ഓക്കെ, ഈ മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡൽ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിനാണ് നമ്മൾ ഈ L എന്ന് പറയുന്നത് കേട്ടോ, ഫോർമുലയിൽ ഒരു L. സോ മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ നേരത്തെ എടുത്ത ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി നമുക്കറിയാമല്ലേ. ഇപ്പോൾ നിങ്ങളൊരു മോഡലിൻ്റെ കാര്യം, നമ്മുടെ എന്താ പറയുക, ആക്ടിങ്ങിലൊക്കെ വരുന്ന മോഡലിൻ്റെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നല്ല റാങ്കിങ് വരുന്നവർക്കല്ലേ നമ്മൾ നല്ല പ്രിഫറൻസ് ഉണ്ടാവുക. സോ അതേപോലെ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആരുടെ കൂടെയാണോ ആ ഒരു ഇൻ്റർവെൽ, ഓക്കെ, ആ ഒരു ക്ലാസ് ഇൻ്റർവെൽ ഉണ്ടല്ലോ, അവരാണ് മോഡൽ ക്ലാസ്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്ന ഫ്രീക്വൻസിയുടെ ഇവിടെ 23 ആണ്. സോ 23 ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയാണ്. അതിൻ്റെ ക്ലാസ് ഏതാണ്, അതിൻ്റെ തൊട്ട് മേലെയുള്ള, അതിൻ്റെ നേരെ വരുന്ന ക്ലാസ് ഇൻ്റർവെൽ ഏതാണോ അതാണ് മോഡൽ ക്ലാസ്. ആ മോഡൽ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിനെയാണ് L എന്ന് പറയുന്നത്. ഓക്കെ, മോഡൽ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ്. സോ ലോവർ ലിമിറ്റ് ഏതാണ് ഇവിടെ? 35. ചെറിയ ലിമിറ്റ് 35 അല്ലേ, അപ്പർ ലിമിറ്റ് 45 ആണ്. സോ ഈ ഒരു കാര്യങ്ങൾ L എന്താണെന്ന് നമുക്ക് മനസ്സിലായി. F1 F0 F2 ഇവരൊക്കെ പഠിച്ച്. ഇനി ഇവിടെ ബാലൻസ് ഉള്ളത് ഒരു H മാത്രമാണ്. സോ H എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നറിയും, ക്ലാസ് സൈസ് എങ്ങനെയാണ്, ക്ലാസ്സിൻ്റെ സൈസ് എങ്ങനെ കണക്കാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെയുള്ള 45ന്ന് 35 മൈനസ് ചെയ്യാം. യു ഗോട്ട് ഇറ്റ്. സോ അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഹൈറ്റ്, ക്ലാസ് സൈസ്. ക്ലിയർ ആണോ? ഡൗട്ടില്ലാതെ ക്ലിയർ ആയോ? ഓരോ ടേംസും ഒന്നുകൂടെ മാം പറഞ്ഞുതരാം. ഫസ്റ്റ് F1 നോക്കിക്കോ. F1 എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും കൂടുതലുള്ള ഫ്രീക്വൻസി. F0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള, അതിൻ്റെ പ്രിസീഡിങ് ടേം. ഓക്കെ, ഇനി F2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതിൻ്റെ സക്സീഡിങ് ടേം ഏതാണോ അതാണ് F2. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ട എന്താണ്,
മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ഫ്രീക്വൻസി F1ൻ്റെ നേരെ വരുന്ന ഇൻ്റർവെല്ലാണ് മോഡൽ ക്ലാസ്. അതിൻ്റെ ലോവർ ലിമിറ്റാണ് ഈ ഒരു L എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ലോവർ ലിമിറ്റാണ് L. ഇനി അതേ ലിമിറ്റ് നിങ്ങൾ എന്ത് ചെയ്യാണ്, അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് എല്ലാ സ്ഥലത്തും ഒരേപോലെയാണല്ലോ ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ ഓക്കെ 15 - 5 എന്ന് പറഞ്ഞാലും 10 തന്നെയാണ്, 25 - 15 എന്ന് പറഞ്ഞാലും 10 തന്നെയാണ്. സോ എവിടെയെങ്കിലും ഒരിടത്ത് നിങ്ങൾ അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റ് മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്ത്, ക്ലാസ് സൈസ്. ഓക്കെ, സോ ക്ലാസ് സൈസും നിങ്ങൾക്ക് കിട്ടി. ഇനി ഈ വാല്യൂസ് ഫുള്ള് ജസ്റ്റ് നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ നോക്കിയാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ വാല്യൂസ് 35 ഉണ്ട്. നെക്സ്റ്റ് F3 കണ്ട 23 ആണ്, അതിൻ്റെ മുമ്പുള്ള 21 ആണ്, അതിൻ്റെ ശേഷമുള്ള 14 ആണ്. കണ്ട അത് ഫുള്ള് നമ്മളിവിടെ ഓരോന്ന് 23, F0ക്ക് 21, 2 × F1, സോ 2 × 23, F0ക്ക് വീണ്ടും 21, F2ന് 14, F2ന് ഇവിടെ തന്നിട്ടുണ്ട് 14. ഇത് ഫുള്ള് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത്. ഓക്കെ, ഇനി ഇതിനെ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾ, നമ്മുടെ പ്രോബ്ലം സോൾവ്ഡ്. ഓക്കെ ഗൈസ്, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ. ഇനി ജസ്റ്റ് മക്കളൊന്ന് നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബ്രാക്കറ്റ് ക്ലിയർ ചെയ്യണം അല്ലേ. ബ്രാക്കറ്റിനൊന്ന് ക്ലിയർ ചെയ്ത് വരിക, നമുക്ക് ബ്രാക്കറ്റിനൊന്ന് ക്ലിയർ ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 35, ഇവിടെ ഓൾറെഡി ഉണ്ടത് അവിടെ നിന്നോട്ടെ. പിന്നെയുള്ളത് ആരാണ്, 23 - 21, ബാലൻസ് എത്ര മക്കളുണ്ടാവുക, 23 ന്ന് 21 പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 2 ബാലൻസ് ഉണ്ടാവുള്ളൂ. ഇനി ഇവിടെ നോക്കി 2 × 23 മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. സോ ഫസ്റ്റ് അത് ചെയ്യണം. 2 × 23 എത്രയാണ്, നമുക്കറിയാം 46 അല്ലേ. 46 ജസ്റ്റ് ഞാനിവിടെ താഴെ എഴുതി തരാവേ. 46 21 മൈനസ് -21 ഉണ്ട്, -24 ഉണ്ട്, സോറി 14 ഉണ്ട്. സോ ടോട്ടൽ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും, -35 എന്ന് കിട്ടും. സോ ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. 46 ന്ന് 35 പോയിട്ടുണ്ടെങ്കിൽ ബാലൻസ് എത്ര, ഒരു 11 ഉണ്ട് ആണല്ലോ. ആ 11 ആണ് ഇപ്പോൾ ഡിനോമിനേറ്ററിലുള്ളൂ. ആ ഒരു 11 ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുത്തു, ഇൻറ്റു 10 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് മക്കൾ എന്ത് ചെയ്യാണ്, ഇനി നെക്സ്റ്റ് ഇതിനെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കണം. സോ നമ്മുടെ ആൻസർ 35 + 2 × 10 is 20 / 11 എന്ന് കിട്ടും. ഇനി 20യെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആൻസർ എന്തായിരിക്കും, ജസ്റ്റ് ഒന്ന് ശ്രമിച്ച് നോക്കാം. ഇവിടെ 20യെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 111 is 11 എന്ന് വരും. ബാലൻസ് 22 നമുക്ക് വരില്ലല്ലോ, 2 കൊടുത്താൽ 22 ആകും, അപ്പോൾ 1ൽ മാത്രമേ പോവുള്ളൂ. സോ ബാലൻസ് എത്ര കിട്ടും, ഒരു 9 ഉണ്ടാകും. സോ വീണ്ടും ഒരു 0 ഇട്ട് കൊടുക്കണം, നമ്മളിവിടെ പോയിൻ്റ് ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് 8 × 11 is 88, വീണ്ടും എത്ര കിട്ടുക, ഒരു 2 ബാലൻസ് കിട്ടും. അപ്പോൾ നമ്മൾ 0 ഇട്ട് കൊടുക്കും അല്ലേ, 2 ഉണ്ടാൽ 0 ഇട്ട് കൊടുക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ നെക്സ്റ്റ് എന്തിട്ട് കൊടുക്കും, നെക്സ്റ്റ് ആലോചിച്ച് നോക്കിയാൽ നെക്സ്റ്റ് എന്താ ഇട്ട് കൊടുക്കുക, വീണ്ടും 20 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഗെയിൻ വി നീഡ് ടു ഗിവ് 1. സോ 111 is അഗെയിൻ നമുക്ക് 11 എന്ന് കിട്ടും. വീണ്ടും നമ്മൾ ചെയ്ത പ്രോസസ്സ് തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് 1.8181 ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് നമുക്ക് ഇത്രയും ഒന്നും ചെയ്ത് പോകണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ഒരു ഡിജിറ്റോ 2 ഡിജിറ്റോ എടുത്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, സോ 35 + 1.8 എന്നുണ്ട് അല്ലേ, 1.8. ഇനി വേണമെന്നുണ്ടെങ്കിൽ 81 എന്നുള്ളത് നിങ്ങൾ അതിൻ്റെ ശേഷം വീണ്ടും വരാൻ പോകുന്ന 8 ആണല്ലോ, അപ്പോൾ പിന്നെ ഇവിടെ 2 ആക്കിയിട്ട് നിർത്തിക്കോട്ടോ. ഇനി ഇതിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ 31 + 1 ആഡ് ചെയ്താൽ 36 ആണ്. സോ 36.82 എന്നുള്ളതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, സോ ജസ്റ്റ് ഓരോ ടേംസ് എന്താണെന്ന് മനസ്സിലായാൽ ഈ ഒരു ഇക്വേഷൻ 2-3 പ്രാവശ്യം മക്കളൊന്ന് എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു കുഴപ്പമില്ല. സിമ്പിൾ എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പമായിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇതൊന്നുമല്ല, നിങ്ങളോട് ജസ്റ്റ് ഒരു 1 വേർഡ് സിമ്പിളായിട്ടായിരിക്കും ചോദിക്കുക. ഏതൊരു ടൈപ്പിലായിരിക്കും ചിലപ്പോൾ ചോദിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മക്കളോടൊരു കാര്യം മാത്രം ചോദിക്കുകയാണ്. ഇവിടെ ഓക്കെ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ടേബിളോ എന്തെങ്കിലും ഒന്ന് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൽ മോഡൽ ക്ലാസ് ഏതാണ്. സോ മോഡൽ ക്ലാസ് ഏതാണെന്ന് നമുക്കറിയാം. ഏറ്റവും വലിയ ഡിജിറ്റിൻ്റെ നേരെ വരുന്ന ക്ലാസ്സാണ് മോഡൽ ക്ലാസ്. അപ്പോൾ മക്കൾ അത് എഴുതി കൊടുത്താൽ 1 വേർഡിൽ ഈ ഒരു ടൈപ്പിലൊക്കെ നിറയെ ഒരുപാട് വേറെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതുപോലെ ഫുള്ളായിട്ട് ചിലപ്പോൾ എഴുതാണ്ടായിക്കൊള്ളുന്നില്ല, വേറെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ എങ്ങനെ വന്നാലും നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, ഇനിയും മുതലുള്ള പ്രാക്ടീസ് നമുക്ക് ക്ലാസ് ടൈമിലും പ്ലസ് ഇങ്ങനെ എടുക്കണം, റിവിഷൻ ടൈമിൽ എടുക്കണം. കൂടെ തന്നെ നിങ്ങളുടെ വർക്ക്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആവും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.